ഡൽഹി ഭീകരാക്രമണ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഹമാസ് മോഡൽ ആക്രമണത്തിനായിരുന്നു ഭീകരർ പദ്ധതിയിട്ടത്. ഡ്രോണുകൾ ഉപയോഗിച്ച് ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും NIA കണ്ടെത്തി. ചെറിയ റോക്കറ്റുകൾ നിർമ്മിക്കുന്ന നടപടിയിലും ഏർപ്പെട്ടിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ അറസ്റ്റിലായ കശ്മീർ സ്വദേശി ജസീർ ബിലാൽ വാനിയാണ് ഇതിന് സാങ്കേതിക സഹായം നൽകിയത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, വളരെ നിർണായകമായ വിവരങ്ങളാണ് ഈ ഡൽഹിയിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഹമാസ് മോഡൽ ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്നുള്ളതാണ്. ശ്രീകാന്ത്, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ഏറെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഹമാസ് മോഡൽ ആക്രമണത്തിന് പദ്ധതിയിട്ടു ഈ ഭീകരർ എന്നുള്ളതാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. അതായത് ഡ്രോണുകൾ ഉപയോഗിച്ച് ഭീകരവാദ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതാണ് NIA വ്യക്തമാക്കുന്നതും. ചെറിയ റോക്കറ്റുകൾ നിർമ്മിക്കുന്ന നടപടിയിൽ ഇവർ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഡൽഹിയിലെ മറ്റൊരു സ്ഥലത്തിരുന്ന് ഡൽഹിയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്നതായിരുന്നു ഭീകരരുടെ പദ്ധതി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഇന്നലെ അറസ്റ്റിലായ കശ്മീർ സ്വദേശി ജസീർ ബിലാൽ വാനിയാണ് ഇതിനു വേണ്ട സാങ്കേതിക സഹായം നൽകുകയുണ്ടായത്. ഡ്രോണിൽ രൂപമാറ്റം വരുത്തി റോക്കറ്റ് ആക്രമണത്തിനുള്ള സാങ്കേതിക സഹായം ഇയാൾ നൽകി എന്നും ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. മറ്റെവിടെയെങ്കിലും സമാനമായ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. ശ്രീകാന്ത്, വളരെ നിർണായകമായ അപ്ഡേറ്റ് ആണ് ഡൽഹി ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് പുറത്ത് വരുന്നത്. ഹമാസ് മോഡൽ ആക്രമണത്തിനായിരുന്നു ഭീകരർ പദ്ധതി ഒരുക്കിയത്. ഡ്രോണുകൾ ഉപയോഗിച്ച് ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി NIA കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഒരു ഭീകരനെ കൂടി, അല്ലെങ്കിൽ ഭീകരൻ എന്ന് തന്നെ പറയേണ്ടി വരും, ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു അന്വേഷണ സംഘം. ഇയാൾ ഈ പദ്ധതിക്ക് കൃത്യമായ ഒരു സഹായം നൽകിയിരുന്ന വ്യക്തിയാണ്, സാങ്കേതിക സഹായം ഒരുക്കിയ വ്യക്തിയാണ്. കശ്മീർ സ്വദേശിയായ ജസീർ ബിലാൽ വാനിയാണ് ഇതിന് സാങ്കേതിക സഹായം നൽകിയത്. തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ശ്രീകാന്താണ് വാർത്തയുടെ അപ്ഡേറ്റ് നൽകിയത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല അപ്ഡേറ്റ്സും വരും മണിക്കൂറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ശ്രീകാന്ത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും.